ഈ മക്കയിൽ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാവാൻ പാടില്ല. ഒരു മനുഷ്യനും അനീതിയായി കൊല്ലപ്പെടാൻ പാടില്ല. ഒരാളുടെയും ഒരു മനുഷ്യന്റെയും അന്തസ് നഷ്ടപ്പെടുത്താൻ പാടില്ല. അഭിമാനം പറിച്ചു ചിന്താൻ പാടില്ല. രക്തം ചിന്താൻ പാടില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി ഞാനും എന്റെ അനുയായികളും ഈ നാട്ടിൽ നിന്ന് വിട്ടുനിന്നാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിക്കുമെങ്കിൽ ആ തീരുമാനം ഞാൻ കൈക്കൊള്ളുകയാണെന്ന് അള്ളാഹുവിന്റെ തീരുമാനത്തോടുകൂടെ കൽപ്പനയോടുകൂടെ മഹാനവറുകൾ നാടുവിടുകയാണ്. മദീനയിലെത്തി അവിടെ സ്വസ്ഥമായി ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മദീനയിൽ വേരുറപ്പിച്ചപ്പോ ആ മദീനക്കാരുടെ ഭരണം കയ്യാളണം, രാജാവാവണം എന്ന് ചിന്തിച്ച് കിരീടമണിഞ്ഞ ഒരാൾ, മുനാഫിഖായ ആൾ, ഇസ്ലാമിക പ്രവർത്തകന്മാരോടുകൂടെ പ്രത്യക്ഷത്തിൽ കാണുകയും ഉള്ളിലൂടെ ഇസ്ലാമിനെതിരെ പണിയെടുക്കുകയും ചെയ്യുന്ന അബ്ദുല്ലാഹിബ്നു ഉബയ്യ് എന്ന് പറയുന്ന മുനാഫിഖായ കപട വിശ്വാസി മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുയായികളെയും ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടി മക്കക്കാർക്ക് വലിയ പ്രചോദനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. മക്കക്കാരിലേക്ക് പല ന്യൂസുകളും കൈമാറിക്കൊണ്ടിരുന്നു. അങ്ങനെ മക്കക്കാർ ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യിന്റെ കയ്യിലൂടെ മദീനക്കാരിലേക്ക് വിവരമറിയിക്കാൻ തുടങ്ങി. എന്താണ് വിവരമറിയിക്കാൻ തുടങ്ങുന്നത്? മുഹമ്മദിനെ നിങ്ങൾ അവിടെ നിന്ന് നാട് കടത്തുന്നില്ലെങ്കിൽ, മുഹമ്മദിനെയും അനുയായികളെയും അവിടെ നിന്ന് നാട് കടത്തുന്നില്ലെങ്കിൽ മദീനക്കാരായ നിങ്ങളെ ഞങ്ങൾ വധിച്ചു കളയും എന്നുള്ള ഭീഷണികൾ മുഴക്കാൻ തുടങ്ങി. അങ്ങനെ ഭീഷണി കത്തുകൾ നിരന്തരം വന്നുകൊണ്ടിരുന്നു. മാത്രമല്ല ഇടക്കിടക്ക് ചാരസംഘങ്ങൾ മദീനയുടെ പരിസരത്ത് വിലസാൻ തുടങ്ങി. അതും മാത്രമല്ല ഇടക്കിടക്ക് ചാരസംഘങ്ങൾ വന്നുകൊണ്ട് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളുമായി ഏറ്റുമുട്ടേണ്ട ഘട്ടത്തിൽ വരെ എത്തിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയും വളരെ കൃത്യമായി സമാധാനത്തോടുകൂടെ ക്ഷമയോടുകൂടെ പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയും എടുത്തു ചാടി നമ്മളായ ഒരു പ്രശ്നത്തിനും പോവരുതെന്ന് പ്രത്യേകമായി സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് ഇസ്ലാമിന്റെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു വിഷയം മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ അറിയുന്നത്. എന്താണ് അറിയുന്നത്? അബൂ സുഫിയാൻ മക്കയിലുള്ള പ്രമുഖനായ കച്ചവടക്കാരനാണ്. ആ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഏകദേശം 40 ആളുകൾ കൂടി കച്ചവടത്തിന് പുറപ്പെടുന്നുണ്ട്. ആ കച്ചവടത്തിൽ ഉള്ള ചരക്കുകൾ എത്രയാണ്? 1000 ഒട്ടകങ്ങൾക്ക് വഹിക്കാനുള്ള ചരക്കുകളുണ്ട്. 1000 ഒട്ടകങ്ങളാണ് ഈ 40 ആളുകളുടെ സമ്പത്ത് വഹിച്ചുകൊണ്ട് പുറപ്പെടുന്നത്. ആ സമ്പത്തിന്റെ ഏകദേശം കണക്ക്, അതിന്റെ ഏകദേശം വരുമാനം 50,000 ദീനാറ് സമ്പാദ്യമുണ്ടാകുന്ന അത്രയും വലിയ സമ്പത്തുമായി മക്കയിൽ നിന്ന് ഷാമിലേക്ക് പുറപ്പെടുന്നു. മക്കയിൽ നിന്ന് ഷാമിലേക്ക് പുറപ്പെടുകയാണ്. എന്താണ് ഈ ഇത്രയും വലിയ സമ്പാദ്യം ഉണ്ടാവാനുള്ള കാരണം? അവിടെയാണ് അടിവരയിട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അബൂ സുഫിയാന്റെ കച്ചവടം 1000 ഈ ബിസിനസ് 1000 ഒട്ടകങ്ങൾക്ക് വഹിക്കാനുള്ള സമ്പത്തുണ്ടാവാനുള്ള കാരണോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബത്തിന്റെ വീടുകൾ കൊള്ളയടിച്ചു. സ്വഹാബത്തിന്റെ വീടുകൾ മുഴുവനും കൊള്ളയടിച്ചു. അവരെ സമ്പത്തുകൾ അപഹരിച്ചെടുത്തു. അവരെ സമ്പത്ത് ഉള്ള ആളുകളിൽ നിന്ന് ഫലമായി വാങ്ങിയെടുത്തു. അവരുടെ ഒട്ടകങ്ങളും ആടുമാടുകളെയും അവർ ശേഖരിച്ചു. ആ വലിയ സമ്പത്തിന്റെ കൂമ്പാരമായിട്ടാണ് ഷാമിലേക്ക് പുറപ്പെടുന്നു.
അനധികൃതമായ സ്വത്ത് സമ്പാദ്യത്തിലൂടെ അബൂ സുഫിയാനും സംഘവും കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ, വലിയ ലാഭം ലഭിച്ചാൽ ആ ലാഭത്തിന്റെ നല്ല ഒരു ശതമാനം മുഹമ്മദിനെയും മദീനയെയും ആക്രമിക്കാൻ, അവരെ പരാജയപ്പെടുത്താൻ ഞാൻ ചിലവഴിക്കുമല്ലോ എന്നാണ് അബൂ സുഫിയാൻ എന്ന നേതാവ് പ്രഖ്യാപിച്ചത്. അതിന് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് അവിടെയുള്ള അബൂജഹലും ഉത്ബത്തും ഷൈബത്തും വലീദും അടക്കമുള്ള നേതാക്കന്മാർ, അബൂലഹബിനെ പോലെയുള്ള നേതാക്കന്മാർ, അവരെല്ലാവരും അതിനെ പിന്തുണച്ചുകൊണ്ടാണ് യാത്രയാക്കുന്നത്. ഈ വിവരം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രഹസ്യ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന സ്വഹാബത്ത് മുഖേന അറിയുകയാണ്. ആ സംഘത്തെ ഒന്ന് പ്രതിരോധിക്കണം, ആ ശക്തി തകർക്കണം. കാരണം ഏതൊരു ഭരണാധികാരിയോ ഏതൊരു രാജ്യക്കാരനോ ഏതൊരു ഭരണകൂടവും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണത്. അഥവാ ശത്രുക്കൾ മദീനയിലേക്ക് എല്ലാ ആൾബലവും ആയുധബലവും അതുപോലെ സാമ്പത്തിക ബലവുമായിട്ട് മദീനയിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് അവരെ പ്രതിരോധിക്കേണ്ട ബാധ്യത ആ രാജ്യത്തിന്റെ നേതാവിനാണ്. അതാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി ചിന്തിച്ചത്. ആ കച്ചവട സംഘത്തെ തടയണം. അവരുടെ ലാഭം കൊയ്താൽ നാളെ മദീനയ്ക്കെതിരെ അവർ പടവരുതുമല്ലോ. അതൊരിക്കലും ഉണ്ടായിക്കൂടാ. ഇതൊരു ന്യായമല്ലേ? ഇതൊരു ന്യായമല്ലേ? തന്റെ രാജ്യത്ത് ആക്രമിക്കാൻ കൊഴുപ്പ് കൂട്ടുന്ന ആളുകളുടെ ശക്തി ക്ഷയിപ്പിക്കുക എന്നത് ഒരു ഭരണാധികാരിയും അനുയായികളും ചെയ്യുന്ന ഒരു ബാധ്യതയാണ്. ഭരണാധികാരി ആ രാജ്യത്തോട് ചെയ്യുന്ന നീതിയാണത്. ആ നീതിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി നടപ്പിലാക്കുന്നത്. അതിനുവേണ്ടിയാണ് ഏകദേശം 313 ആളുകൾ. കാരണം ഒരു യുദ്ധത്തിന് പുറപ്പെടുകയാണെങ്കിൽ, സമരത്തിന് പുറപ്പെടുകയാണെങ്കിൽ അത്ര ആളെ കൂട്ടിയാൽ മതിയോ? പോരല്ലോ. അതുകൊണ്ടല്ലേ ബദറിന്റെ ചരിത്രത്തിൽ ബദറിൽ പങ്കെടുക്കാത്ത ഒരു സ്വഹാബിക്കെതിരെ അല്ലാഹു നിയമം പാസാക്കിയില്ല. മറ്റ് എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുക്കാത്ത സ്വഹാബിക്കെതിരെ അല്ലാഹു തആല ചില നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട്. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ 90 ദിവസത്തോളം ബഹിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റു യുദ്ധങ്ങളിൽ പങ്കെടുക്കാത്ത പല സ്വഹാബികളെയും അവർക്കെതിരെ നടപടിയെടുക്കാൻ അല്ലാഹുവിന്റെ ഓർഡർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബദറിൽ പങ്കെടുക്കാത്ത സ്വഹാബികളുണ്ട്. ആ സ്വഹാബികളിൽ പ്രമുഖനാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ പറയാനുണ്ട്. പക്ഷേ കാരണമില്ലാത്തവരും ആ കൂട്ടത്തിലുണ്ട്. എന്നാലും അവർക്കെതിരെ ഒരു നടപടി അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. കാരണം ഒരു സമരരംഗത്തേക്ക് ഇറങ്ങുക, ഒരു യുദ്ധത്തിന് പുറപ്പെടുക എന്ന ലക്ഷ്യം സ്വഹാബത്തിനില്ല. അല്ലാഹു തആല തന്നെ അത് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. ഒരു സ്വഹാബത്തിന് ആ ലക്ഷ്യമില്ലായിരുന്നു. പിന്നെയോ 2 പേരും കണ്ടുമുട്ടേണ്ട സാഹചര്യം വന്നപ്പോ സമരത്തിലേക്ക് ചെന്ന് ചാടിയതാ. 2 പേരും അങ്ങനെ കണ്ടുമുട്ടേണ്ട സാഹചര്യം വന്നപ്പോ അങ്ങനെ സ്വാഭാവികമായും സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നതാണ്. അത് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. പടച്ച റബ്ബേ, 313 ആളുകളാണ് ആകെയുള്ളത്. അവരുമായി മുഹമ്മദ് റസൂലുള്ളാഹി പോവുകയാണ്. എവിടേക്ക്? ബദർ ലക്ഷ്യമാക്കിയാണ്. എന്തേ ബദർ ലക്ഷ്യമാക്കാനുള്ള കാരണോ? ബദർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരാണ് ബദർ. ബദർ എന്ന് പറയുന്ന ആളുകൾ അദ്ദേഹം നിർമ്മിച്ച ഒരു കിണറുണ്ട്. ആ പ്രദേശത്തെ യാത്രക്കാരായ ആളുകൾക്ക് ആവശ്യത്തിനും അതിലധികവും വെള്ളം ഉപയോഗിക്കാൻ ശുദ്ധജലമുള്ള മരുഭൂമിയിലെ ഏക കിണർ ബദറാണ്. ആ ബദർ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഷാമിലേക്ക് മക്കയിൽ നിന്ന് യാത്ര വരുന്ന മുഴുവൻ ആളുകളും അവിടെ തങ്ങുന്നു, അവിടുത്തെ വെള്ളം ഉപയോഗിക്കുന്നു, അവിടെ വെച്ച് വിശ്രമിക്കുന്നു, അവിടുത്തെ അവരുടെ അംഗശുദ്ധി വരുത്തുന്നു, കുളിക്കുന്നു, മറ്റു സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ട് ആ കിണർ ലക്ഷ്യമാക്കി കച്ചവട സംഘം അവിടെ വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് നേരത്തെ അറിയാം. അതുകൊണ്ടാണ് ബദർ ലക്ഷ്യമാക്കി പുറപ്പെടുന്നത്. ആ
ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അബൂ സുഫിയാനും സംഘവും വരുന്നത്. ബദറിൽ തമ്പടിക്കും, അവിടെ തങ്ങും, അവിടുത്തെ വെള്ളമെടുക്കും, അവിടുന്ന് വിശ്രമിക്കും. ആ ലക്ഷ്യമായിട്ട് ആ അബൂ സുഫിയാനും സംഘവും വരുന്നു. അപ്പോഴാണ് അബൂ സുഫിയാൻ വളരെ കൃത്യമായ നല്ല തന്റെ ഇടമുള്ള നല്ല ബുദ്ധിമാനായ മനുഷ്യനാണ്. പിന്നീട് മഹാനവറുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ആ മഹാനവറുകൾ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അബൂ സുഫിയാനെ കൊണ്ട് ഇസ്ലാമിന് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. കാരണം വലിയ സമ്പന്നനാണ്, വലിയ സമ്പത്തുള്ള ആളാണ്. അയാളെ ലക്ഷ്യമാക്കി, അയാളെ സംഘത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി വരുന്നത്. പക്ഷേ അഫ്റഹ് എന്ന് പറയുന്ന സ്ഥലത്ത് റസൂലുള്ള തമ്പടിച്ചു. മദീനയുടെ ബദറിന്റെ കുറച്ച് അപ്പുറത്താണ്. അവിടെ വെച്ചുകൊണ്ട് തമ്പടിച്ച് റസൂലുള്ളാഹി തങ്ങള് നിരീക്ഷകന്മാരായ ആളുകളെ വിടുകയാണ് ബദറിന്റെ ഭാഗത്തേക്ക്. അപ്പോഴാണ് ഈ വിവരം അബൂ സുഫിയാൻ അറിയുന്നു. റസൂലുള്ളാഹി